ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ്മോനു ബ്ലോഗ്. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് അച്ചാറിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആകെ പ്രപഞ്ചങ്ങൾക്കെന്നും നീ നാഥനേ, ആകെയും കാരുണ്യം. ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ബീഫ് വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കണം. വേവിച്ചെടുക്കുന്നതിനായിട്ട് ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വെള്ളം ചേർക്കാതെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ബീഫ് വെന്ത് വരുന്നതിനുള്ള ടൈം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന കുക്കറിൻ്റെയും നമ്മൾ എടുക്കുന്ന ബീഫിൻ്റെയും വേവ് അനുസരിച്ചിട്ട് തന്നെ ആയിരിക്കും. ആദ്യ വിസിൽ വരുന്നത് വരെ ഫ്ലെയിം കൂട്ടി തന്നെ വെച്ച് കൊടുക്കുക. വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം കുറച്ച് കൊടുക്കുക. ഞാനിവിടെ 2 വിസിലാണ് കുക്ക് ചെയ്യാനായിട്ട് എടുത്ത സമയം. കുക്കറിൽ വിസിലൊക്കെ വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ അതിലെ എയർ കളഞ്ഞെടുക്കരുത്. അതിൽ തന്നെ ഇരുന്നിട്ട് ബീഫ് ഒന്ന് കുക്കായി വരണം. എയറൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കുക. അപ്പോൾ ഇതുപോലെ വെള്ളം ഉള്ളതായിട്ട് കാണാം. അപ്പോൾ ഈ വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അതിനെ തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കുക. ബീഫിൽ ഒട്ടും തന്നെ വെള്ളമില്ലാതെ തന്നെ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ബീഫിലെ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ തുറന്ന് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ അവിടെ ബീഫിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണയിലാണെങ്കിലും വെളിച്ചെണ്ണയിലാണെങ്കിലും ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. കൂടുതൽ കാലം സൂക്ഷിച്ച് വെക്കാനുള്ളതാണെങ്കിൽ നല്ലെണ്ണയിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇനി എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബീഫ് എണ്ണയിൽ കിടന്ന് ഓവറായിട്ട് ഫ്രൈ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി അച്ചാർ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ബീഫ് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന എണ്ണ തന്നെയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എണ്ണയിൽ ഊറി വരുന്ന എല്ലാം മാറ്റി ക്ലീൻ ആയിട്ടുള്ള എണ്ണ മാത്രം ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇതാ ഇവിടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുകൊന്ന് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ. അപ്പോൾ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഇതുപോലെയുള്ള ഒരു ബൗളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതേ ബൗളിന് ഒരു ബൗൾ വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഇതുപോലെ കീറി ഇട്ട് കൊടുക്കുക. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ടതില്ല. പിന്നെ ഇതിലേക്ക് ഒരു 10 പച്ചമുളകോളം ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. എണ്ണയിൽ കിടന്നിട്ട് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണം ഒന്ന് മാറി വരണം. അതുവരെ നമുക്ക് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. 3 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും 3 ടീസ്പൂണോളം സാദാ മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതോടൊപ്പം ഇതിലേക്ക് 1 ടീസ്പൂണോളം കായംപൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. കായപ്പൊടി ഇഷ്ടപ്പെടാത്തവർക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പൊടികളെല്ലാം നല്ല രീതിയിൽ യോജിച്ച് വരുന്നതിനായിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്ന ഈ ടൈമിൽ ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് സുർക്കയാണ്. സുർക്ക ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. സുർക്ക ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബീഫ് ഇതിലൊന്ന് കിടന്ന് ഒന്ന് തിളച്ച് വരേണ്ടതായിട്ടുണ്ട്. ഡ്രൈ ടൈപ്പുള്ള അച്ചാറാണ് വേണ്ടതെങ്കിൽ അധികം സുർക്ക ചേർത്ത് കൊടുക്കേണ്ടതായിട്ടില്ല. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് സുർക്കയുടെ അളവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. സുർക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് സ്വല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ബീഫ് വെച്ചിട്ട് ഇതുവരെ അച്ചാർ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ തന്നെയാണ്. രുചികരമായിട്ടുള്ള ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. അച്ചാറിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം എയർ കടക്കാത്ത ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ തയ്യാറാക്കിയെടുത്ത അച്ചാർ കുറച്ചു കാലം കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചാൽ മതി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.